അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാമത്തെ പാഠം അന സാലിസു ശരീക്കൈൻ. 10ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ മൂന്നാമത്തെ പാഠം. നല്ല മനുഷ്യജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു പാഠമാണ്. പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം, ആവശ്യം വന്നാൽ ഷെയർ ചെയ്യണം കേട്ടോ. നല്ല പാഠമാണ്. വീഡിയോ ഷെയർ ചെയ്യാനല്ല പറഞ്ഞ് ആശയങ്ങൾ ഷെയർ ചെയ്യണം. നുജീബു, നമുക്ക് ഖുറാസയാണ് ഉത്തരം കണ്ടെത്താം, ഉത്തരം എഴുതാം. എന്താണ് ഖിറാൽ? എന്താണ് ഖിറാൽ? ഒരു വ്യക്തി മറ്റൊരാൾക്ക് വ്യാപാരത്തിനായി പണം നൽകുകയും അതിൽ ലഭിക്കുന്ന ലാഭം അവർ തമ്മിൽ പങ്കിട്ടെടുക്കുകയും ചെയ്യുന്ന ഇടപാടിന് ഖിറാൽ എന്ന് പറയുന്നു. 2. ഇസ്ലാമിൽ ഖിറാൽ അനുവദിച്ചതിൻ്റെ രഹസ്യമെന്ത്? പലിശയെ നിരുത്സാഹപ്പെടുത്താനും പണമുള്ളവർക്ക് കൂടുതൽ ലാഭം നേടാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇസ്ലാം ഖിറാൽ അനുവദിച്ചത്. 3. ഖിറാലിൻ്റെ റുക്നുകൾ ഏതെല്ലാം? 1. ഉടമസ്ഥൻ, 2. തൊഴിലാളി, 3. മൂലധനം, 4. ജോലി, 5. ലാഭവിഹിതം, 6. ഈജാബ്, 7. കബൂല്. 4. ഖിറാലിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം? ഉടമസ്ഥനും തൊഴിലാളിയും പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവരും സ്വന്തമായി ക്രിയാവിക്രിയം ചെയ്യാൻ കഴിയുന്നവരുമാവുക. 1. മൂലധനം തൊഴിലാളിക്ക് കൈമാറുക. 2. പകുതി, 1/3 തുടങ്ങിയ വ്യക്തമായ അനുപാതത്തിൽ ലാഭം മുഴുവനായി തമ്മിൽ പങ്കിടുക. സമയപരിധി നിശ്ചയിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5. ഖിറാലിൻ്റെ തൊഴിലാളിക്ക് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ഏതെല്ലാം? നഷ്ടം വരുന്ന വിൽപ്പന നടത്താനോ കടം കൊടുക്കാനോ പണവുമായി യാത്ര ചെയ്യാനോ പാടില്ല. 6. ഖിറാൽ അസാധുവാകും എപ്പോൾ? 2-ൽ ഒരാൾ ക്യാൻസൽ ചെയ്യൽ കൊണ്ടും, ഭ്രാന്തോ ബോധക്ഷയമോ മരണമോ ഉണ്ടാകൽ കൊണ്ടും. 7. ഇസ്ലാമിൽ ശരീക്കത്ത്, അതെ ഷെയർ ബിസിനസ് അനുവദനീയമാക്കിയതിൻ്റെ രഹസ്യം എന്ത്? പലിശയെ നിരുത്സാഹപ്പെടുത്താനും പണമുള്ളവർക്ക് കൂടുതൽ ലാഭം നേടാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും. ക്വസ്റ്റ്യൻ നമ്പർ 8. ഷെയർ ബിസിനസ് സഹായകമാണ് എന്തിനെല്ലാം? ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് തങ്ങളുടെ പണം നിക്ഷേപിച്ച് വളർത്താനും വ്യവസായ, വ്യാപാര, കാർഷിക പദ്ധതികൾ ആരംഭിക്കാനും സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. ഷെയർ ബിസിനസ്സിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്: 2 പങ്കാളികൾ പരസ്പരം വഞ്ചിക്കാത്തൊടുത്തോളം ഞാൻ അവരിൽ മൂന്നാമനാണ്. ഒരാൾ വഞ്ചിച്ചാൽ ഞാൻ അവരിൽ നിന്ന് പിന്മാറും. ക്വസ്റ്റ്യൻ നമ്പർ 10. ഷെയർ ബിസിനസ്സിനുള്ള നിബന്ധനകൾ എന്തെല്ലാം?
ഷെയറാക്കുന്ന മൂലധനം ഒരുപോലെയാവുക, ഇനത്തിലും സ്വഭാവത്തിലും ഒന്നാവുക, വേർതിരിയാത്ത വിധം കലർന്നതാവുക, പരസ്പരം ബിസിനസ് നടത്താൻ സമ്മതം നൽകുക, ഷെയറിൻ്റെ അനുപാതമനുസരിച്ച് ലാഭത്തിലും നഷ്ടത്തിലും പങ്കാവുക. 11 പോയപ്പോൾ നോക്കാം. ഷെയർ ബിസിനസ് അസാധുവാകും എപ്പോൾ? രണ്ടിൽ ഒരാൾ ക്യാൻസൽ ചെയ്യൽ കൊണ്ടും ഭ്രാന്തോ ബോധക്ഷയം മരണമോ ഉണ്ടാകൽ കൊണ്ടും. ഇനി മൽ ഹുക്കുമാണ്. മൽ ഹുക്കുമു വിധി എഴുതാം. ഖിറാദ് ഹലാൽ അനുവദനീയം. ഷെയർ ബിസിനസ് ഹലാൽ അനുവദനീയം. ഓഹരി വിപണിയിൽ ഹലാലായ ഓഹരി വാങ്ങൽ ഹലാൽ അനുവദനീയം. മൂലധനത്തിൽ ഷെയറാകാതെ വരുമാനം പങ്കിട്ടെടുക്കൽ ഹറാം. അനിശ്ചിതത്വമുള്ള ട്രേഡിങ്ങുകൾ ഹറാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളും ഖിറാദു കച്ചവടവും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളും ഖിറാദ് കച്ചവടവും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ അബ്ദുല്ലയും ഉബൈദുല്ലയും ഇറാഖിലേക്ക് ഒരു സൈന്യത്തോടൊപ്പം പോയി. അവിടെ അവർ ബസ്വറയുടെ ഗവർണറായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞാൻ അമീറുൽ മുഅ്മിനീന് അയക്കാൻ വെച്ച കുറച്ച് പണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കടമായി നൽകാം. അതുകൊണ്ട് ഇറാഖിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മദീനയിൽ വിൽക്കുക. ശേഷം മൂലധനം അമീറുൽ മുഅ്മിനീൻ നൽകുകയും ലാഭം നിങ്ങൾ എടുക്കുകയും ചെയ്യുക. അവർ മദീനയിലെത്തി സാധനങ്ങൾ വിറ്റു ലാഭം നേടി. പണം ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ മൂസ, മുഴുവൻ സൈനികർക്കും നിങ്ങൾക്ക് നൽകിയതുപോലെ കടം നൽകിയോ? അവർ പറഞ്ഞു, ഇല്ല, മക്കൾ എന്ന നിലയിൽ കടം നൽകിയതാണ്. പണവും ലാഭവും തിരികെ നൽകൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇതൊരു ഖിറാദായി കണക്കാക്കിയാൽ പോരെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇത് ഖിറാദായി കണക്കാക്കി. അങ്ങനെ മൂലധനവും ലാഭത്തിൻ്റെ പകുതിയും എടുത്തു ബൈത്തുൽ മാലിലേക്ക് ചേർത്തു. അബ്ദുല്ലയും ഉബൈദുല്ലയും ബാക്കി പകുതി ലാഭവും എടുത്തു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റഹ്മാനേ, നിന്റെ തൗഫീഖാണ്. ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ നീ കേൾക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മ തരണേ അല്ലാഹ്, നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഹിഫ്ലാക്കാനുള്ള കഴിവ് തരണേ അല്ലാഹ്. എല്ലാ രംഗത്തും ഞങ്ങളെ ഉയർത്തണേ അല്ലാഹ്, തളർത്തരുതേ റഹ്മാനേ. ഞങ്ങളെ ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയിലായി ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്കുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ രോഗങ്ങളെല്ലാം ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ പിതാക്കളുണ്ട്, മാതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകാരുണ്ട്, ഉസ്താദുമാരുണ്ട്. അല്ലാഹ്, അവർക്ക് നീ സർവ്വപാപങ്ങളും പുറത്തു കൊടുത്ത് ഖബർ വിശാലാക്കണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. ആഖിറുസ്സമാനാണ്. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കൂട്ടുകെട്ട് തരല്ല റബ്ബേ.
നിന്റെ ദീനിന്റെ ആളുകളായി ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. വേണ്ടാത്തതിന്റെ പിന്നാലെ പോയി ഞങ്ങളെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യരാക്കല്ല റബ്ബേ. برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.